So, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് this topic, that is biasing circuits. So let me just tell me what is the need for biasing circuits. Simple ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ Q point stabilize ചെയ്യുക. That means we are discussing amplifier. Amplifier means input side should be forward biased, output side should be reverse biased. At the same time, Q point have to be maintained at the midpoint of active region. ഇത്രയും കാര്യങ്ങൾ സർക്യൂട്ട്സിനകത്ത് പ്രോപ്പർലി സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ബയസിംഗ് സർക്യൂട്ട്സ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ യു ഹാവ് ടു സ്റ്റഡി വാട്ട് ഈസ് ദ നീഡ് ഫോർ ബയസിംഗ് സർക്യൂട്ട്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നീഡ് ഫോർ ബയസിംഗ് സർക്യൂട്ട്സ് ആൻഡ് ടൈപ്സ് ഓഫ് ബയസിംഗ് സർക്യൂട്ട്സ്. ടൈപ്സ് ഓഫ് ബയസിംഗ് സർക്യൂട്ട്സ്. ഈ ടൈപ്സ് ഓഫ് ബയസിംഗ് സർക്യൂട്ട്സിനകത്തുള്ള ഒരു സർക്യൂട്ട് മാത്രമാണ് നമ്മൾ 1-2 സർക്യൂട്ട്സ് പഠിച്ചു. അതിനകത്ത് ഒരെണ്ണം മാത്രമേ ഡീപ് ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലോ എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് കോൾഡ് സിംപിളസ്റ്റ് ബയസിംഗ് സർക്യൂട്ട്. സിമ്പിൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ബയസിംഗ് സർക്യൂട്ട്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ യു ഹാവ് ടു സ്റ്റഡി വാട്ട് ഈസ് ദ നീഡ് ഫോർ ദിസ് ബയസിംഗ് സർക്യൂട്ട്സ്. നെക്സ്റ്റ് വി ആർ മൂവിംഗ് ടു ദ type 2, that is type 2, second biasing circuit, that is called fixed bias circuit or fixed biasing. നമ്മൾ ഫിക്സഡ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഫിക്സഡ് ബയസിംഗ് സർക്യൂട്ട്. സോ ബയസിംഗ് സർക്യൂട്ട് ഇനി അങ്ങോട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുമ്പോൾ അതിനകത്തെല്ലാം നമ്മൾ ചെയ്യുന്നത് വി ആർ ഡിറൈവിങ് വൺ ഇക്വേഷൻ ഫോർ സ്റ്റെബിലിറ്റി ഫാക്ടർ. സ്റ്റെബിലിറ്റി ഫാക്ടറിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തത്. ഇക്വേഷൻ ഈസ് 1 plus beta divided by 1 minus beta into derivative of base current with respect to collector current dIB by IC. ഈ ഇക്വേഷൻ എനിക്ക് എടുക്കണം. ഈ ഇക്വേഷനിൽ നിന്നാണ് നമ്മളുടെ ഇനി ബാക്കിയുള്ള 2 സർക്യൂട്ട്സിന്റെ അനാലിസിസ് പോകുന്നത്. എനിക്ക് ഈ ഇക്വേഷൻ വേണമെങ്കിൽ എനിക്കൊരു ടേം വേണം. ആ ടേം എന്ന് പറയുന്നത് dIB by IC. That means I need to get the base current. ബേസ് കറണ്ടിന്റെ ഇക്വേഷൻ എനിക്ക് കിട്ടണം. ബേസ് കറണ്ടിന്റെ ഇക്വേഷൻ കിട്ടിയിട്ട് ആ കിട്ടിയ ഇക്വേഷനെ എനിക്ക് ഡെറിവേറ്റീവ്, ദാറ്റ് മീൻസ് ഐ നീഡ് ടു ഡെറിവേറ്റ് വിത്ത് റെസ്പെക്ട് ടു കളക്ടർ കറണ്ട്. ഇത്രയും കിട്ടണം. സോ നമ്മുടെ അനാലിസിസിന്റെ എയിം എല്ലാം ഇങ്ങനെയാണ്. ഐ നീഡ് ടു ഫൈൻഡ് ദ ബേസ് കറണ്ട്, ഐ നീഡ് ടു ഡെറിവേറ്റ് ദ ബേസ് കറണ്ട് വിത്ത് റെസ്പെക്ട് ടു കളക്ടർ കറണ്ട് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് ഇൻ ദിസ് ഇക്വേഷൻ ആൻഡ് ഐ വിൽ ഗെറ്റ് സ്റ്റെബിലിറ്റി ഫാക്ടർ. സോ ഐ നീഡ് ടു ഫൈൻഡ് സ്റ്റെബിലിറ്റി ഫാക്ടർ ഫോർ ഫിക്സഡ് ബയസ്. ഇനി ഒരു സർക്യൂട്ടിനുണ്ട്, അതിന്റെയും എനിക്ക് സ്റ്റെബിലിറ്റി ഫാക്ടർ ഡിറൈവ് ചെയ്യണം. So in order to find the stability factor, I need to get the base current. Base current കിട്ടണമെങ്കിൽ ഏത് ലൂപ്പ്, ഞാൻ 2 KVL പറഞ്ഞായിരുന്നു. എല്ലാ സർക്യൂട്ട്സിൽ 2 KVL എടുക്കും. ഇൻപുട്ട് സൈഡ് KVL ആൻഡ് ഔട്ട്പുട്ട് സൈഡ് KVL. ഏത് KVL എടുക്കുമ്പോഴാണ് നമുക്ക് ബേസ് കറണ്ടിന്റെ ഇക്വേഷൻ കിട്ടുന്നത്? ഏത് അനാലിസിസ്? യെസ്, ഇൻപുട്ട് സൈഡ്. ഇൻപുട്ട് സൈഡ്. അതെ, നമുക്ക് ആ സർക്യൂട്ട്സ് ഒന്നും കൂടെ ഞാൻ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻപുട്ട് സൈഡാണ് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇൻപുട്ട് സൈഡിൽ നിന്നാണ് നമുക്ക് ബേസ് കറണ്ട് ഇക്വേഷൻ കിട്ടുന്നത്. സോ ബേസ് കറണ്ടിന്റെ ഇക്വേഷൻ കിട്ടുക, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു IC, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ വി വിൽ ഗെറ്റ് ദ സ്റ്റെബിലിറ്റി ഫാക്ടർ. വളരെ സിമ്പിൾ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ സ്റ്റെപ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇതിന് അനാലിസിസ് ഡീപ്പായിട്ട് ചോദിക്കും. സോ ഏത് ബയസിംഗ് സർക്യൂട്ട്സിലും സ്റ്റെബിലിറ്റി ഫാക്ടർ ഡെറിവേഷൻ ആണ് നോക്കേണ്ടത് നിങ്ങൾ. ഓക്കെ, നമ്മൾ ആ സർക്യൂട്ട്സിലേക്ക് പോവാണ്. ഫിക്സഡ് ബയസ് സർക്യൂട്ട്. ഈ ഫിക്സഡ് ബയസ് സർക്യൂട്ട് ആദ്യം സർക്യൂട്ട് കാണാൻ പഠിക്കും നിങ്ങൾ. അതിനകത്ത് എന്ത് ചേഞ്ച് ആണ് നേരത്തെ നിന്ന് വന്നത് എന്നുള്ള കാര്യങ്ങൾ ആദ്യം പഠിക്കുക. റിച്ചും പാർവതിയും ഈ കാര്യങ്ങൾ വരയ്ക്കുന്നതും ശ്രദ്ധിക്കുക. യു ഹാവ് ടു ഗിവ് ദ എക്സ്പ്ലനേഷൻ ഫോർ മീ. RC, this is RB base resistance. ഇവിടെ നമ്മളൊരു വോൾട്ടേജ് കൊടുക്കുന്നു VBB. ഇവിടെ നമ്മളൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മളൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നു. ആൻഡ് ഐ വിൽ കോൾ ദിസ് കപ്പാസിറ്റർ ആസ് ഔട്ട്പുട്ട് കപ്പാസിറ്റർ, ദിസ് കപ്പാസിറ്റർ ആസ് ഇൻപുട്ട് കപ്പാസിറ്റർ. ഇവിടെയാണ് നമ്മൾ ബേസിന് അക്രോസ് ആയിട്ടാണ് ഐ എം ഗിവിംഗ് ദിസ് ഇൻപുട്ട്. ഇവിടെ അക്രോസ് ആയിട്ട് ഞാൻ ഔട്ട്പുട്ട് എടുക്കുന്നു. What is the purpose of VBB and what is the purpose of VCC? ഒന്ന് പറയാമോ? എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ VBBയും VCCയും കണക്ട് ചെയ്തേക്കുന്നത്? What is the main purpose of VBB?
ഇതിനു വേണ്ടി ഞാൻ VBB കണക്ട് ചെയ്തേക്കുന്നത്. സാർ VBB പറഞ്ഞോ. സാർ ക്യൂ പോയിന്റിലുള്ള വോൾട്ടേജ് കൊടുക്കാൻ വേണ്ടി ക്യൂ പോയിന്റിലോ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ VBB കണക്ട് ചെയ്യുന്നത്. എന്നാൽ ഒരു സ്പെസിഫിക്കലി പറയാം, ഈ VBB is connected at the input side. സോ ഇത് ഇൻപുട്ട് സൈഡിനെ പ്രോപ്പർ ഫോർവേഡ് ബയസിംഗ് കൊടുക്കണം. VCC എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് സൈഡ് ആണ്, അതുകൊണ്ടാണെങ്കിൽ അത് പ്രോപ്പർ റിവേഴ്സ് ബയസിംഗ് കൊടുക്കണം. ഇനി ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ട്. ഈ വോൾട്ടേജ് എപ്പോഴും എന്തായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം? ബേസിനും 0.7 ആയിട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ഇവിടെ മിനിമം വോൾട്ടേജ് 0.7 എപ്പോഴും കൊടുക്കണം, എങ്കിൽ മാത്രമേ പ്രോപ്പർ ഫോർവേഡ് ബയസിംഗ് വരുള്ളൂ. സോ ഇവിടെ നമ്മൾ കഴിഞ്ഞ സിമ്പിൾ ബയസിംഗ് സർക്യൂട്ടിനകത്ത് പറഞ്ഞു അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഐ എം കണക്ടിങ് ആൻ എക്സ്ട്രാ റെസിസ്റ്റൻസ് ഹിയർ. ഇവിടെ ഞാൻ ഒരു എക്സ്ട്രാ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നു. പർപ്പസ് ഓഫ് ദിസ് കണക്ടിങ് എക്സ്ട്രാ റെസിസ്റ്റൻസ് RB ഈസ്, ഇവിടെ ഞാൻ ഒരു പ്രാക്ടിക്കൽ വയബിൾ ആയിട്ടുള്ള ഒരു വോൾട്ടേജ് കൊടുക്കുന്നത് 10 വോൾട്ടോ അല്ലെങ്കിൽ 12 വോൾട്ടോ എന്തായാലും കൊടുത്തു. എനിക്കിവിടെ കിട്ടേണ്ടത് 0.7 മതി. സോ ബാക്കിയുള്ള വോൾട്ടേജ് എനിക്ക് ഡെസിപ്പേറ്റ് ചെയ്യണം. സോ ഇവിടെ 10 കൊടുക്കുന്നു, ഇവിടെ 0.7 മതി. അങ്ങനെയാണെങ്കിൽ RB ഈസ് കണക്റ്റഡ് ഇൻ ഓർഡർ ടു ഡ്രോ എ വോൾട്ടേജ് ഓഫ് 10 minus 0.7 drop. So 10 minus 0.7 is 9.3 volt. So RB will be designed in such a way that there must be a drop of 9.3 volt. You got the point? Yes, sir. Yes. ഇതാണ് നമ്മുടെ ഇൻപുട്ട് സൈഡിലുള്ള കഥകൾ. ഇനി ഔട്ട്പുട്ട് സൈഡിൽ നമ്മൾ എടുക്കുന്നത് VCC, RC. ഇവിടെ ഒരു ഡ്രോപ്പ് ഉണ്ട്, that is voltage is called VCE. So VCC is connected in such a way that there must be a proper voltage of VCE. That means output side reverse bias ചെയ്യണം. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ഫസ്റ്റ് സെഗ്മെന്റിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. നെക്സ്റ്റ്, ഇനി എനിക്ക് DC അനാലിസിസ് ചെയ്യണം. കീപ് ഇൻ മൈൻഡ് ദിസ് വേർഡ്, ദിസ് കോൾഡ് DC അനാലിസിസ്. വാട്ട് ഈസ് കോൾഡ് DC അനാലിസിസ്? Just a minute. Yes. DC analysis സർക്യൂട്ടിനകത്ത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് one word is called DC analysis. ഞാൻ ഇതിനകത്ത് DC analysis ആണ് ചെയ്യുന്നത്. So DC analysis ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. DC analysis means only DC voltage is considered. DC വോൾട്ടേജിനെ കൺസിഡർ ചെയ്യുക, AC വോൾട്ടേജിനെ കൺസിഡർ ചെയ്യരുത്. കപ്പാസിറ്ററിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം. കാരണം കപ്പാസിറ്റർ എന്ന് പറയുന്നത് DCയെ ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ട് കപ്പാസിറ്ററിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ പ്ലീസ് നോട്ട് ഡൗൺ. ഇത്രയും ആക്ടിവിറ്റീസ് വേണം നമ്മൾ DC അനാലിസിസ് ചെയ്യേണ്ടത്. DCയെ കൺസിഡർ ചെയ്യുക, AC സിഗ്നലിനെ കൺസിഡർ ചെയ്യരുത്, കപ്പാസിറ്ററിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക. ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. So let me go to the DC analysis. DC analysis. Yes. ട്രാൻസിസ്റ്റർ അങ്ങനെ തന്നെ നിൽക്കുന്നു, ഒരു വ്യത്യാസവുമില്ല. റെസിസ്റ്റർ ഇവിടെ തന്നെ ഉണ്ട്, RB. ഇവിടെ ഒരു വോൾട്ടേജ് കൊടുക്കുന്നുണ്ട് VBB. ഇവിടെയും ഒരു വോൾട്ടേജ് കൊടുക്കുന്നുണ്ട് VCC. ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട് RC. ഇനി ഇത് ഗ്രൗണ്ട് ചെയ്തേക്കുവാണ്. ഈ കപ്പാസിറ്റർ എന്നാ പറ്റും? DC അനാലിസിസിൽ ഈ കപ്പാസിറ്റർ ഐ ടോൾഡ് ദാറ്റ് ദിസ് ഈസ് ഓപ്പൺ സർക്യൂട്ട്. തന്നെ ഓപ്പൺ സർക്യൂട്ട് ചെയ്തു. ഇവിടെയും ഉണ്ട്, അവിടെയും ഓപ്പൺ സർക്യൂട്ട് ചെയ്തു. സോ ഇൻ DC അനാലിസിസ് AC ഇൻപുട്ടിന് എന്തെങ്കിലും റെലവൻസ് ഉണ്ടോ എന്ന് പറയാമോ? If I am open circuiting this capacitor, is this input is having any relevance? എന്തെങ്കിലും റെലവൻസ് ഉണ്ടോ? ഇത് ഓപ്പൺ സർക്യൂട്ട് ആയിപ്പോയി. This capacitor is open circuit. So is this input is having any relevance? No. No. Is the output is having any relevance? ഇവിടുത്തെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജിന് എന്തെങ്കിലും റെലവൻസ് ഉണ്ടോ?
ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഉണ്ടോ ഇല്ലയോ? ഇല്ല. ഓക്കെ, അന്നേരം ഞാൻ ഈ ഇൻപുട്ടിനെ കൺസിഡർ ചെയ്യുന്നില്ല. ഇൻപുട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതില്ല. ഓക്കെ, ഔട്ട്പുട്ടും ഇല്ല. കാരണം ഈ ഒരു കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഔട്ട്പുട്ടിനും അവിടെ റെലവൻസ് ഇല്ല. ഇനി കറണ്ടിന്റെ കാര്യങ്ങൾ മെൻഷൻ ചെയ്യാമല്ലോ. കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് 3 കറണ്ട് ഉണ്ട്. ആ 3 കറണ്ടിനെ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുക. ഇവിടെ ഉണ്ട് ഒരു ബേസ് കറണ്ട്, ഇവിടെ ഉണ്ട് ഒരു എമിറ്റർ കറണ്ട്, ഇവിടെ ഉണ്ട് ഒരു കളക്ടർ കറണ്ട്. എമിറ്റർ കറണ്ട് ഈ സം, അന്നേരം രണ്ടും ഇങ്ങോട്ട് തന്നെ അകത്തോട്ട് ഫ്ലോ ചെയ്യണം. എങ്കിലേ എനിക്ക് എമിറ്റർ കറണ്ട്, ടോട്ടൽ എമിറ്റർ കറണ്ട് IE ഈക്വൽ IB പ്ലസ് IC എന്നുള്ള ഇക്വേഷൻ എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ്സ് ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കറണ്ട് ഡയറക്ഷൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ട്, ദാറ്റ് വോൾട്ടേജ് ഈസ് VBE. ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ട് VCE. I think that is clear to you, right? Then എനിക്ക് KVL അപ്ലൈ ചെയ്യണം. അപ്ലൈയിങ് KVL at the input side. So input side കൊടുത്ത വോൾട്ടേജ് VBB 2 പോയിന്റിൽ ഡ്രോപ്പ് ആകും. That is VRB plus VBE. VRB എനിക്ക് IBRB എന്ന് എഴുതാൻ പറ്റും. Then VBE അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. This is the KVL that is applied at the input side. Then output side VCC രണ്ടിടത്ത് ഡ്രോപ്പ് ആവും. RCയുടെ അവിടെയും VCEയുടെ അവിടെയും. So VRC plus VCE. VRC എനിക്ക് എഴുതാൻ പറ്റും ICRC plus VCE. That is called VCC. So I got 2 equations. This is the KVL at the output side and this is the KVL at the input side. ഈ 2 ഇക്വേഷൻ എഴുതിയതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. Any confusions in this part? Getting the KVL at the input side and output side? Yes or no? Yes, sir. ഉണ്ടോ? No, sir. Yes. Okay. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പോകുന്നു. ഞാൻ പറഞ്ഞു സ്റ്റെബിലിറ്റി ഫാക്ടർ ഡിറൈവ് ചെയ്യണമെങ്കിൽ എനിക്ക് ഏത് കറണ്ട് വേണം? സ്റ്റെബിലിറ്റി ഫാക്ടർ ഡിറൈവ് ചെയ്യണമെങ്കിൽ എനിക്ക് ഏത് കറണ്ട് വേണം? IB. സോ ഞാൻ ഈ ഒരു കറണ്ട് മാത്രം ഞാൻ എടുക്കുകയാണ്. ഈ ലൂപ്പ് മാത്രമേ ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ വരുന്നുള്ളൂ. സർക്യൂട്ട് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. സോ ഐ ആം ജസ്റ്റ് ക്ലിയറിംഗ് ദിസ് സ്ലൈഡ്. So at the output side, at the input side, we got one equation VBB equal IBRB plus VBE. This is the KVL at the input side. Then equation I am getting IB equal VBB minus VBE divided by RB. Circuit ഞാൻ ഒന്നും കൂടെ വേണമെങ്കിൽ വരച്ചേക്കാം. If you have any confusions in that part, I will draw the circuit once more here. This is VBB. This is RB. Here that is IB current. Here it is VCC, RC. Here the voltage is VCE. Here there is one voltage called VBE. ഈ IBയുടെ നേച്ചർ ആണ് ഞാൻ അടുത്തതായിട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത്. VBB എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണോ അല്ലയോ? വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് ദിസ് VBB? ഈസ് ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ഓർ എ നോട്ട്? ഇതൊരു കോൺസ്റ്റന്റ് ആണോ VBB? അതോ വേരിയബിൾ ആണോ? വേരി ചെയ്യുന്നതാണോ കോൺസ്റ്റന്റ് ആണോ? കോൺസ്റ്റന്റ്. ചെക്ക്, ദിസ് ഈസ് എ കോൺസ്റ്റന്റ് വോൾട്ടേജ്. ഒരു വോൾട്ടേജ് കൊടുക്കുന്ന വോൾട്ടേജ് ആണ്. വാട്ട് അബൌട്ട് VBE? ഈസ് ദിസ് എ കോൺസ്റ്റന്റ് ഓർ എ നോട്ട്? VBE, the voltage at this side, is this a constant or a variable? Constant. What about RB? RB constant ആണോ വേരിയബിൾ ആണോ? This base resistance ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കോൺസ്റ്റന്റ് ആണ്, അത് വേരി ചെയ്യുന്നില്ല. സോ ഇത് കോൺസ്റ്റന്റ്, ഇത് കോൺസ്റ്റന്റ്, ഇത് കോൺസ്റ്റന്റ്. സോ ഐ ക്യാൻ സ്റ്റേറ്റ് ദാറ്റ് IB is also a constant.
ഐ ബിയും ഒരു കോൺസ്റ്റന്റ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഈ റീസൺ കൊണ്ടാണ് ദിസ് സർക്യൂട്ട് is called fixed. Base current is fixed bias circuit. Fixed means the base current is constant. For that name, the circuit is called fixed bias circuit. Is that clear to you? Yes? Yes, sir. Yes? Okay. ഇനി നമുക്ക് വേണ്ടത് സ്റ്റെബിലിറ്റി ഫാക്ടറിന്റെ ഡെറിവേഷൻ ആണ്. We'll go to the derivation equation. It is 1 plus beta divided by 1 minus beta into dIB by IC. Can you tell me what is the value of dIB by IC? This equation is taking derivation with respect to with collector current. ഒന്ന് പറയാമോ? What is the value? 0. ശരിയാണോ? കാരണം ഇതിനകത്ത് ഒരു ബേസ് കറണ്ടിനെ അല്ലെങ്കിൽ കളക്ടർ കറണ്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ഇല്ല. ഉണ്ടോ? എല്ലാം കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എടുത്ത 0. So what will be stability factor? This term is 0. So this term will be 0. 1 minus 0, 0. So stability factor is what? 1 plus beta. അല്ലെങ്കിൽ 1 plus beta അതിന് എങ്ങനെ കിട്ടിയെന്ന് കൺഫ്യൂഷൻ. 1 plus beta divided by 1 minus beta dIB by IC 0. So 1 minus beta into 0 is 0. 1 minus 0 is 0. So that we will get 1 plus beta. So ഇവിടെ സ്റ്റെബിലിറ്റി ഫാക്ടർ കൂടുതലാണോ കുറവാണോ ഒന്ന് പറയാമോ? ഇവിടെ സ്റ്റെബിലിറ്റി ഫാക്ടർ കൂടുതലാണോ കുറവാണോ? കൂടുതലാണ്. കാരണം ബീറ്റയുടെ വാല്യൂ ഐ ടോൾഡ് ദാറ്റ് ദിസ് ഈസ് ഓൾമോസ്റ്റ് ഇൻ ദ റേഞ്ച് ഓഫ് 100. So stability factor അല്ലെങ്കിൽ 100 ആകാം 200 ആകാം. So stability factor is very very high, 201 or 101. This is very high. So can the circuit is used for biasing circuit? Can this fixed biasing circuit is used for biasing? No. Practically this is also not used. Clear? Fixed biasing is not used. What is the reason? എന്ത് റീസൺ കൊണ്ടാണ് ഫിക്സഡ് ബയസിംഗ് നോട്ട് യൂസ്ഡ്? സ്റ്റെബിലിറ്റി ഫാക്ടർ കൂടുതലായുണ്ട്. എന്നാൽ നമ്മളുടെ ആദ്യത്തെ സർക്യൂട്ട് സിമ്പിൾ ബയസിംഗ് സർക്യൂട്ട് യൂസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? വാട്ട് ഇസ് ദ റീസൺ? വാട്ട് ഇസ് ദ റീസൺ ഐ ആം നോട്ട് യൂസിങ് സിമ്പിൾ ബയസിംഗ് സർക്യൂട്ട്? എന്തുകൊണ്ടാണ് റീസൺ? VBBക്ക് 0.7 വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതെ, എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ഒരു വോൾട്ടേജ് സോഴ്സ് വെച്ചിട്ട് എനിക്കത് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. ക്ലിയർ? ഇനി ഞാൻ ഈ വരച്ച സർക്യൂട്ട് ഞാൻ ഒന്ന് മോഡിഫൈ ചെയ്യുവാണ്. സോ യു നീഡ് ടു ടെൽ മീ ഇത് പോസിബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യം ഒന്ന് പറയുക. വേണ്ടേ? നേരത്തെ വരച്ച ഫിക്സഡ് ബയസിംഗ് സർക്യൂട്ട്, ഫിക്സഡ് ബയസിംഗ് തന്നെ ഞാൻ ഇങ്ങനെ ഒന്ന് വരയ്ക്കുവാണ്. ഇത് പോസിബിൾ ആണോ അല്ലയോ എന്ന് റിച്ചു പറയണം. എന്താ ഡിഫറൻസ് എന്നുള്ള കാര്യം റിച്ചു പറയണം. റിച്ചു, എന്താ ഡിഫറൻസ് ഇതിനകത്ത്? വിബിബിയും വിസിസിയും സെയിം ആക്കി. ഒന്ന് ഉറക്കെ പറഞ്ഞു. നമുക്ക് ആ പോയിന്റാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞു. വിബിബിയും വിസിസിയും സെയിം ആക്കി. വിബിബിയും വിസിസിയും സെയിം ആക്കി. ഓക്കെ, അതൊന്ന് വേറെ രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റുമോ? ഇതാണ് കൺസെപ്റ്റ്, ഇതാണ് ആ ഡിഫറൻസ് ഞാൻ ചേഞ്ച് ചെയ്തത്. ഓക്കെ, ഒന്ന് എന്തെങ്കിലും ഒരു വേറെ രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഫോർവേഡ് ബയസ് കൊടുക്കുന്നു, റിവേഴ്സ് ബയസ് കൊടുക്കുന്നു, വോൾട്ടേജ് സെയിം ആയി. അതെ, അതാണ് എന്റെ മെയിൻ ഐഡിയ. ദാറ്റ് മീൻസ് ഫോർവേഡ് ബയസ് വോൾട്ടേജും റിവേഴ്സ് ബയസ് വോൾട്ടേജും കൊടുക്കുന്നത് ഒറ്റ പവർ സപ്ലൈ എന്നാണ്, സിംഗിൾ പവർ സപ്ലൈ എന്നാണ്. ശരിയാണോ? പ്ലീസ് ചെക്ക് ദി സർക്യൂട്ട്. ഫോർവേഡ് ബയസിങ്ങും റിവേഴ്സ് ബയസിങ്ങും കൊടുക്കുന്നത് സിംഗിൾ പവർ സപ്ലൈ എന്നാണ്. ഇങ്ങനെ വേണമെങ്കിൽ എനിക്ക് ഫിക്സഡ് ബയസ് സർക്യൂട്ടിനെ എനിക്ക് ഡിസൈൻ ചെയ്യാം. നോ ഇഷ്യൂസ്. രണ്ടിടത്തുനിന്നും ഒറ്റ പവർ സപ്ലൈ, അതാണ് നമുക്ക് കുറച്ചും കൂടെ പ്രാക്ടിക്കലി പോസിബിൾ. പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ചും കൂടെ നല്ലത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഒറ്റ പവർ സപ്ലൈ, നമുക്ക് ഒറ്റ DC സപ്ലൈ മതി. എന്തിനാ വെറുതെ ചുമ്മാ VBBയും പിന്നെ VCC? ഇങ്ങനെ വേണമെങ്കിൽ എനിക്ക് ഫിക്സഡ് ബയസിനെ ഡിസൈൻ ചെയ്യാം യൂസിങ് സിംഗിൾ പവർ സപ്ലൈ. പ്ലീസ് നോട്ട് ദ പോയിന്റ്.
This is the fixed biasing circuit using single power supply. Single power supply. Next. So let me summarize the points. So ഞാൻ ഡിസ്കസ് ചെയ്തത് ഫിക്സഡ് ബയസ് സർക്യൂട്ട് ആണ്. സോ ഇതിനകത്ത് നിങ്ങൾ പഠിക്കേണ്ടത് സർക്യൂട്ട്, explanation of the circuit. Explanation means theory. ഞാൻ അതിന്റെ തിയറി ഞാൻ പറഞ്ഞു. What is the purpose of VBB? What is the purpose of RB? What is the purpose of VCC? അങ്ങനെയൊക്കെ പറഞ്ഞു. Then derivation of stability factor. Stability factor derive ചെയ്ത് വരുമ്പോൾ 1 plus beta കിട്ടും. Then tell this is not practically used. Practical use ഇല്ല. Practical use ഇതിനില്ല. Then also study the fixed bias supply with single power supply. Fixed bias circuit with single power supply. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫിക്സഡ് ബയസിനകത്ത് പഠിക്കേണ്ടത്. I think this is clear to you. Circuit and theory, stability factor derivation, practically it is not used, and single power supply വെച്ചിട്ടുള്ള സർക്യൂട്ട്. Clear? Yes, sir. Yes. Next, we are moving to the next circuit. Third circuit. ഈ സർക്യൂട്ട് ഞാൻ ആദ്യം വരയ്ക്കാം. Then you have to tell me നിങ്ങൾ ആ സർക്യൂട്ട് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം പറയുക. ഈ സർക്യൂട്ട് വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പറയണം. This is the next biasing circuit. ഈ സർക്യൂട്ട് എവിടെയെങ്കിലും കണ്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? Have you ever seen the circuit? RC coupled amplifier. RC coupled amplifier എവിടെ പഠിച്ചത് നമ്മൾ? ഈ സർക്യൂട്ട് എവിടെ പഠിച്ചത് നിങ്ങൾ? എവിടെ പഠിച്ചേ? ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടില്ലേ? Basics. ഓക്കെ. ഇതിനകത്ത് നിങ്ങൾ പറയുമോ എന്തൊക്കെയാണ് നമ്മുടെ ഫിക്സഡ് ബയസും തമ്മിലുള്ള ഡിഫറൻസ്? ഫിക്സഡ് ബയസും ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയാമോ? Resistor additional ആയിട്ടുണ്ട്. ഏത്? Please check. Please listen to this വളരെ important ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. ഇതിന്റെ ബേസിക്സ് മാത്രമേ പറയുന്നുള്ളൂ. This analysis we will do in the next hour. Earlier, there is only one resistor RB. Please check the earlier circuit of fixed bias. RB എന്ന് പറഞ്ഞ ഒറ്റ റെസിസ്റ്റൻസേ ഉള്ളൂ. In place of RB, I am creating two resistors, R1 and R2. This is the first difference. ശരിയാണോ? ഇൻപുട്ട് കപ്പാസിറ്റർ അങ്ങനെ തന്നെ ഉണ്ട്, AC ഇൻപുട്ടും അങ്ങനെ തന്നെ ഉണ്ട്, നോ ചേഞ്ച്. ബട്ട് RB റെസിസ്റ്റൻസ് ഒറ്റ റെസിസ്റ്റൻസേ ഉള്ളായിരുന്നു. ബട്ട് ഹിയർ ഐ ആം ഡിവൈഡിങ് ഇൻ ടു R1 R2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി വേറെ ഏതെങ്കിലും ചേഞ്ചസ് ഉണ്ടോ? RB അങ്ങനെ തന്നെ ഉണ്ട്, C ഔട്ട്പുട്ട് അങ്ങനെ തന്നെ ഉണ്ട്. Then I am introducing one more capacitor that is called common emitter bypass capacitor, CE. ഒരു റെസിസ്റ്റൻസും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തു, RC. Then RL same. So what are the difference you noted? ആ ഡിഫറൻസ് എന്ന് പറയാമോ? എന്തായിരുന്നു ഡിഫറൻസ്? ഫസ്റ്റ് ഡിഫറൻസ് ഇത് R1 ഉം R2. RBക്ക് പകരം R1 R2 രണ്ടെണ്ണം. RC എക്സ്ട്രാ വന്നു. പിന്നെ എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ അല്ലെങ്കിൽ എമിറ്റർ കപ്പാസിറ്റർ എന്ന് പഠിച്ചാൽ ബൈപാസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നീട് പഠിക്കുക എന്താണെന്നുള്ളത്. സോ this is clear. Have you noticed the difference between a fixed bias and this biasing circuit? Yes, sir. Yes. So this biasing circuit is called, please remember this word, this is called voltage. You have to relog in. This will end within this less than 1 minute. You have to again relog in to join the class. This is called voltage divider biasing circuit. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗ് സർക്യൂട്ട്. പ്ലീസ് റീലോഗിൻ അഗെയിൻ.